ചാലക്കുടിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള മാജിക് ലാൻഡ് എക്സ്പോയിലേക്കാണ് ഇന്ന് നമ്മൾ പോയത്. അപ്പൊ നമ്മൾ അവിടെ കണ്ട കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇവിടേക്ക് കയറാൻ ഒരാൾക്ക് ടിക്കറ്റിന് 120 രൂപയാണ് ചാർജ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇവിടേക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതാണ് മാജിക് ലാൻഡ് എക്സ്പോയുടെ എൻട്രൻസ്. ഇവിടെ നിങ്ങൾക്ക് ഇവരുടെ ടിക്കറ്റിലും അതേപോലെ എൻട്രൻസിലൊക്കെ കാണുന്ന പോലെ കൂടുതലായും മത്സ്യങ്ങളുമായി ബന്ധപ്പെട്ട അക്വേറിയംസ് ആണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പൊ നമുക്ക് കയറി കണ്ട് എൻജോയ് ചെയ്യാം. നിങ്ങളും നമ്മളോടൊപ്പം കാണുക, എൻജോയ് ചെയ്യുക. ആദ്യം തന്നെ ഇവര് 1-2 അക്വേറിയങ്ങൾ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു പാലസിന്റെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു അക്വേറിയം ആയിരുന്നു ആദ്യം ഉള്ളത്. പിന്നീട് നമ്മൾ പോകുന്നത് വണ്ടർലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനിലേക്കായിരുന്നു. അവിടെ മിക്കി മൗസിന്റെയും അതേപോലെ മൊയലിന്റെയും പിന്നെ ആനയുടെ ഒക്കെ ഡ്രസ്സ് ഇട്ട കുട്ടികളാണോ എന്നറിയില്ല, പൊക്കം കുറഞ്ഞ മിനിയേച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് നമ്മുടെ കൂടെ ഡാൻസ് ചെയ്യുകയും നമ്മുടെ കൂടെ സെൽഫി അതേപോലെ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അവിടെ നല്ല പാട്ടുകളൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ അവരുടെ കൂടെ ഡാൻസ് കളിക്കാനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ. ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. അതിനൊന്നും പ്രത്യേക ചാർജുകളൊന്നുമില്ല. അവരും നമ്മളുടെ ഒപ്പം തന്നെ നല്ല നല്ല പോസുകളൊക്കെ ചെയ്യും. നമ്മുടെ കൂടെ ഓരോ ഫോട്ടോയുടെ അടുത്ത് ഓരോ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ സ്റ്റാച്യൂകളുടെ അടുത്തൊക്കെ നിർത്തി നല്ല ഫോട്ടോയ്ക്കൊക്കെ അവർ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ പിന്നെ കൂടുതലും മീനുകളുടെ അക്വേറിയങ്ങളായിരുന്നു. പലതരത്തിലുള്ള പല ഷേപ്പിലുള്ള പല കളറിലുള്ള മീനുകളൊക്കെ ആയിരുന്നു അതിനകത്ത്. ഒത്തിരി മീനുകളുടെ അക്വേറിയങ്ങൾ അവിടെ അവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ 3 വ്യത്യസ്തമായ എന്താ പറയുക അക്വേറിയം അണ്ടർ വാട്ടർ ടണലുകൾ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തും വെറൈറ്റീസ് ഓഫ് മീനുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ പറ്റും. മീനുകളുടെ സെക്ഷന്റെ അവസാനത്തിലായിട്ട് ഒരു മെർമെയ്ഡ് പോലെ ഒരാളുടെ ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ അയാളിങ്ങനെ വെള്ളത്തിൽ മുങ്ങി വന്ന് നമുക്ക് അവിടെ നിന്ന് ഒത്തിരി ഫോട്ടോയ്ക്കൊക്കെയുള്ള നല്ല പോസുകളൊക്കെ തരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഉണ്ടായിരുന്നത് 360 ആംഗിളിൽ നമ്മളൊരു ഓരോ വീഡിയോസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് തരുന്നതായിരുന്നു. ഇത് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് 50 രൂപ എക്സ്ട്രാ ചാർജ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അനിമൽസ് ആൻഡ് ബേർഡ്സിന്റെ സെക്ഷൻ ആയിരുന്നു. ഒത്തിരി വെറൈറ്റീസ് ഉള്ള നല്ല നല്ല ബേർഡ്സും നമ്മൾ കാണാത്ത തരത്തിലുള്ള നമ്മൾ സാധാരണ രീതിയിൽ കാണാത്ത തരത്തിലുള്ള ആനിമൽസിന്റെ ഒക്കെ ഒത്തിരി ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരവിടെ. പിന്നീട് നമുക്ക് ഇവിടെ 3 പേര് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവരുടെ കയ്യിൽ 2 പേരുടെ കയ്യിൽ 2 കിളികളും ഒരു മെക്കാവോ പിന്നെ ഒരു തത്ത, വേറെ അതിന്റെ പേര് എനിക്കറിയില്ല, പിന്നെ ഒരാളുടെ കയ്യിൽ പാമ്പുമായിരുന്നു. അപ്പൊ അതിനൊക്കെ നമ്മുടെ മേത്തൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനൊക്കെയുള്ള ഒരു സൗകര്യം അവരവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിന് ഓരോന്നിനും
50 രൂപ എന്തോ ആണ്. 50 രൂപ വെച്ച് സെപ്പറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവ നമ്മുടെ മേത്തിട്ട് ഒരു മിനിറ്റ് നേരത്തോളം നമ്മുടെ മേത്തിട്ട് വെക്കും. ആ സമയത്ത് നമുക്ക് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ സിയാന് പാമ്പിനെ മേത്തിടാൻ പേടിയായതുകൊണ്ട് ഞങ്ങൾ മെക്കാവനെയാണ് പരീക്ഷിച്ചത്. അപ്പോൾ മെക്കാവനെ ഇതേപോലെ സിയാന്റെ മേത്ത് ഇരുത്തി നമ്മളും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നീട് നമ്മൾ ചെല്ലുന്നത് പാമ്പുകളുടെ സെക്ഷനിലേക്കാണ്. പാമ്പുകളുടെയും ഇഴജന്തുക്കളുടെയൊക്കെ സെക്ഷനിലേക്കായിരുന്നു ചെന്നത്. അവിടെയും ഇതേപോലെ തന്നെ കുറേ മൃഗങ്ങളെ അവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് സ്റ്റോളുകളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫർണിച്ചറിന്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു, പിന്നെ മസാജർ, പിന്നെ ബുക്ക് സ്റ്റോള്, പിന്നെ ഹൽവ, പിന്നെ വാച്ചുകളുടെ സ്റ്റോറുകൾ, അങ്ങനെ ഒത്തിരി സ്റ്റോറുകൾ അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ആവശ്യമുള്ളവർക്കൊക്കെ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു സെക്ഷനായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. അതിനുശേഷം അവസാനമായിട്ട് ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് തന്നെ. ബജി, അതേപോലെ മൊജിറ്റോള്, സർബത്തുകൾ, പിന്നെ ഐസ്ക്രീം, അങ്ങനെയൊക്കെയുള്ള ഒരു ഫുഡ് കോർട്ടിന്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. സ്പ്രിംഗ് പൊട്ടാറ്റോ. പിന്നെ കുറച്ച് ഔട്ട്ഡോർ എന്റർടൈൻമെന്റുകളായിരുന്നു. മെയിനായിട്ട് കുട്ടികളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എന്റർടൈനിങ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ചെയ്യാവുന്ന ഒത്തിരി ജൈന്റ് വീല്, അതേപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്ലൈഡ്സും, പിന്നെ ഒരു ബോട്ടിന്റെ പോത്താടുന്ന സാധനം, പിന്നെ നമുക്ക് ഒരു റൈഡ് ചെയ്യുന്ന സാധനം ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ പ്രൈസൊക്കെ കാറുണ്ട്. പിന്നെ നമുക്കൊക്കെ കഴിക്കാം. ഇവിടെ ഫാമിലി ഗെയിംസ് ഉണ്ട്. പിന്നെ പുറത്ത് നമുക്ക് ഒട്ടകത്തിന്റെ ഹോഴ്സിന്റെ റൈഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. പിന്നെ ഞാൻ പറയാം, പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്, comment and share and rewatch.